നമസ്കാരം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ പോലും വരുന്നില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇൻസ്റ്റാഗ്രാമിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം വീഡിയോകളുമായി എത്തിക്കൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് നേരെ നടന്ന പോലീസ് അതിക്രമത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന ആവശ്യപ്പെട്ട് പ്രതിപക്ഷം തുടർച്ചയായി പാർലമെന്റ് സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പ് ആരോപണത്തിലും കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നതാണല്ലോ. എന്താണ് ഇതിനൊക്കെയുള്ള ബി.ജെ.പിയുടെ കൃത്യമായ മറുപടി? എന്താണ് ഈ രാജ്യത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് ഇതിനൊക്കെയുള്ള ബി.ജെ.പിയുടെ മറുപടി? കൃത്യമായി ഒരു മറുപടി ഇല്ലെന്ന് തന്നെ വേണ്ടേ പ്രേക്ഷകരെ നമുക്ക് മനസ്സിലാക്കാൻ? അതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, എന്താണ് ശരിക്കും ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്? നോക്കാം. ആദ്യമേ പറയട്ടെ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആ പഴയ ഇഫക്റ്റ് ഇപ്പോഴില്ല. മോദി തരംഗം ഏതാണ്ട് കെട്ടടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്കും അതുതന്നെയല്ലേ പ്രേക്ഷകരെ തോന്നുന്നത്? മോദി 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 എന്ന് കേട്ടാൽ മിത്രങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ രക്തം തിളയ്ക്കുന്നുള്ളൂ, കോൾമയിര് കൊള്ളുന്നുള്ളൂ. പ്രധാനമന്ത്രിയുടെ തന്ത്രങ്ങൾ പഴയതുപോലെ ഏൽക്കുന്നില്ല. മോദി സർക്കാർ മുൻപെങ്ങും ഇല്ലാത്ത ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുകയാണോ? അതാണ് ചോദ്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കഴിഞ്ഞ 12 വർഷം തുടർന്ന മോദി സർക്കാർ 13ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഒരുമിച്ച് വരുന്നത്. രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് മാത്രമല്ല, യൂത്ത് ഓർഗനൈസേഷൻസിൽ നിന്ന് പോലും വലിയ രീതിയിലുള്ള റെസിസ്റ്റൻസ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ നേർസാക്ഷ്യമായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സമരവും ഒടുവിൽ ഗതികെട്ട് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയും. വിദേശ ഫണ്ടിങ്, അഴിഞ്ഞാട്ടം, ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളുടെ സമരം, അമേരിക്കൻ ബന്ധം തുടങ്ങി യാതൊരു തെളിവും വെളിവുമില്ലാതെ മോഹൻദാസിനെ പോലെ കുറെ ചാവാലി ഞരമ്പു മിത്രങ്ങൾ ഉറഞ്ഞു തുള്ളിയിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ലല്ലോ. ഇപ്പോൾ ഇമാതിരി ചാണകപ്പുഴുക്കളുടെ ഭീഷണിയും ഭീരുത്വത്തിൽ നിന്ന് ഉടലെടുത്ത ഷൂനക്കി ഫേക്ക് ഐഡികളുടെ സോഷ്യൽ മീഡിയ വിറയലും ഒക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത്. പുച്ഛിച്ച് തള്ളുകയാണ്, പുച്ഛിച്ച് ചിരിക്കുകയാണ്. അതാ ചാവാലി ചാണക മണ്ടന്മാർക്ക് മനസ്സിലാകുന്നുമില്ല എന്നുള്ളതാണ് അതിലും വലിയ കോമഡി. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇമ്മീഡിയറ്റ്ലി, അതായത് ഉടൻ എന്ന് പറയാവുന്ന വിധത്തിൽ മോദി സർക്കാരിന് യാതൊരു ഭീഷണിയും ഇല്ല കേട്ടോ. അത് ആദ്യമേ തന്നെ ആമുഖമായി പറയട്ടെ. കാരണം അത്രയ്ക്കും നമ്പേഴ്സ് ഉണ്ട് അവർക്ക്. അതായത് ലോക്സഭയിൽ ഇപ്പോഴും നല്ല ഭൂരിപക്ഷമുണ്ട് NDAക്ക്. അതൊരു കംഫർട്ടബിൾ മെജോറിറ്റിയാണ്. തൃണമൂലിൽ നിന്ന് പിളർന്നു മാറിയ 20 MP-മാരെ പോലെ പല പാർട്ടികളുടെയും വിള്ളലുകളിലൂടെ പുറത്തു വരുന്ന MP-മാരുടെ പിന്തുണ കേന്ദ്ര സർക്കാരിന് അഡീഷണലായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ 3/2 ഭൂരിപക്ഷം ലോക്സഭയിൽ നേടിയെടുക്കുകയും ചെയ്തേക്കും NDA. പക്ഷേ അതിനർത്ഥം ഈ സർക്കാരിന്, ഈ മുന്നണിക്ക് ക്രെഡിബിലിറ്റി നിലനിർത്താൻ കഴിയുന്നുണ്ട് എന്നല്ല പ്രിയപ്പെട്ടവരെ. ഇതുവരെ ഒരു ചിന്തയുണ്ടായിരുന്നു, മോദി അമിത്ഷാ ദ്വയത്തിന് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് സുഗമമായി മുന്നേറാൻ കഴിയുമെന്ന്. അതായത് പല പ്രക്ഷോഭങ്ങളും ഈ 12 വർഷത്തിനിടയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ. ഓരോ പ്രക്ഷോഭത്തെയും അവർ നേരിട്ട രീതി എങ്ങനെയാണ്? കൃത്യമായ സന്നാഹങ്ങളോടെ BJPയും NDAയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്നുകൊണ്ട് എല്ലാ കൊടുങ്കാറ്റുകളെയും അതിജീവിച്ചു. പക്ഷെ ആദ്യമായി അതിനൊരു താളപ്പിഴ വന്നത് കർഷക സമരത്തിലാണ്. ഒരുപക്ഷെ അതിനെ മാറ്റി നിർത്താം, അല്ലെങ്കിൽ ആദ്യത്തേതും അവസാനത്തേതുമെന്ന് പറയാമായിരുന്നു BJPക്ക്. കാരണം കർഷകർക്ക് മോദിയും കേന്ദ്ര സർക്കാരും വഴങ്ങിയത് നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോഴാണ് എന്ന് നമുക്ക് പറയാം. അത്തരമൊരു വഴങ്ങലിന് പിന്നിൽ RSSൽ നിന്നുള്ള അതികഠിനമായ സമ്മർദ്ദവും ഉണ്ടായിരുന്നു. ഈ സമരം തുടരുന്നത് BJPക്ക് ഒട്ടും ഗുണകരമാകില്ല എന്ന തിരിച്ചറിവിൽ നിന്നായിരുന്നു അത്. എന്നാൽ മറ്റ് സമരങ്ങളുടെ ചരിത്രം പരിശോധിച്ചു നോക്കൂ. അവയെല്ലാം അടിച്ചമർത്തപ്പെട്ടു, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ വിധിക്കപ്പെട്ടു. ഇപ്പോൾ കോക്രോച്ചുകൾ തുടങ്ങിവെച്ചതും അവസാനിപ്പിച്ചത് എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. തുടങ്ങിവെച്ചതും പ്രതിപക്ഷ കക്ഷികൾ ഏറ്റെടുത്തതുമായ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അത് അടുത്ത 3 വർഷത്തെ ഇന്ത്യയുടെ വ്യക്തമായ രാഷ്ട്രീയ ചിത്രത്തെ മാറ്റിമറിക്കുന്നതായിരിക്കും. ചില രാഷ്ട്രീയ നിരീക്ഷകർ ബാലൻസ് ചെയ്യാൻ പെടാപ്പാടുപെട്ട് അങ്ങും ഇങ്ങും തൊടാതെ അടുത്ത 3 വർഷം മോദിക്ക് ദോഷമായിരിക്കും, എന്നാൽ അതുപോലെ ഗുണവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് 2 വള്ളത്തിൽ കാലിട്ട് ഇഴയുന്നൊരു വീഡിയോ ഞാൻ ഇന്ന് കണ്ടിരുന്നു. ഇത്തരം കപട നിരീക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഒന്നുകിൽ പറയാനുള്ള കാര്യം വ്യക്തമായി പറയണം, അല്ലാതെ ചവച്ച് വലിച്ചു നീട്ടി ഡ്രാമ കളിച്ച് വിവരക്കേട് വിളിച്ചു പറഞ്ഞ് ജനങ്ങളുടെ സമയം മെനക്കെടുത്തരുത്. 15 വർഷത്തിലധികം കാലത്തെ മാധ്യമ പ്രവർത്തന പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം. ഇനിയുള്ള 3 വർഷക്കാലം
പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും അതികഠിനമായ പരീക്ഷണങ്ങളുടെ കാലഘട്ടം തന്നെയായിരിക്കും. അത് മോദി തിരിച്ചറിഞ്ഞു എന്നതിന്റെ തെളിവാണ് അങ്ങോട്ട് മാത്രം തള്ളുന്ന മൻ കി ബാത്തിന് പകരം രാത്രിക്ക് രാത്രി വന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പുതിയ ഇൻസ്റ്റാഗ്രാം വീഡിയോകൾ. പരീക്ഷണങ്ങൾ വരുന്നു എന്ന് മോദിയും സംഘവും തിരിച്ചറിയുന്നതിന്റെ ഉത്തരം തന്നെയാണ് ഇത്തരം വീഡിയോകൾ. അങ്ങനെയൊരു പരീക്ഷണവും ഇല്ലെങ്കിൽ, അങ്ങനെയൊരു വെല്ലുവിളിയുമില്ലെങ്കിൽ മോദി ഇപ്പോൾ ചെയ്യുന്നത് പോലുള്ള വീഡിയോകൾ ചെയ്യില്ലായിരുന്നു. ഇപ്പോഴത്തെ ജനങ്ങളുടെ പ്രതിരോധം അത് മൾട്ടി ഡയമെൻഷണൽ റെസിസ്റ്റൻസ് എന്ന ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. അതായത് ബഹുമുഖ സ്വഭാവമുള്ള പ്രതിരോധം. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചല്ല രാജ്യത്തെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നതും പ്രതിരോധിക്കുന്നതും BJPക്കെതിരെ തിരിയുന്നതും. വിഷയങ്ങൾ പലതാണ്, സംസ്ഥാനങ്ങൾ പലതാണ്, ഓരോയിടത്തും ഓരോരോ വിഷയങ്ങൾ കത്തി നിൽക്കുകയാണ്. പക്ഷെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർ ഒരു കൂട്ടർ മാത്രമാണ്, ഈ രാജ്യം ഭരിക്കുന്ന കൂട്ടർ, അവരെ താങ്ങുന്ന അദാനിയെ പോലുള്ള കൂട്ടർ. അതുകൊണ്ട് തന്നെ ഈ പ്രതിരോധത്തിന്റെ അമ്പുകളെല്ലാം ചെന്നു തറയ്ക്കുന്നത് ഒരേ കൂട്ടത്തിന് മേൽ തന്നെയായിരിക്കും. ഇന്ന് തെരുവിലിറങ്ങുന്ന യുവതയും സാധാരണക്കാരും ഒക്കെ ശരിക്കും ആരാണ് സാർ? ആരാണോ BJPയെയും നരേന്ദ്രമോദിയെയും അധികാരത്തിൽ എത്തിച്ചത്, അതേ ശക്തികൾ തന്നെയാണ് ഇവിടെ പ്രതിഷേധിക്കുന്നത്, ഗതികെട്ട് പ്രതിരോധ സ്വരം ഉയർത്തുന്നത്. ജീവിക്കാൻ വേറെ വഴിയില്ല, പട്ടിണി കിടന്ന് മടുത്തു. ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞ് ഒച്ചയിടുന്ന പണിക്ക് ഇനി ഞങ്ങളെ കിട്ടില്ലെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. മന്ദിർ വന്നാൽ വിശപ്പ് മാറില്ല എന്ന് അവർ തിരിച്ചറിയുന്നു. അതിനർത്ഥം സകല BJPക്കാരും യുവാക്കളും മോദിക്കെതിരായി എന്നല്ല. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മോദി ഇന്ന് ട്രെൻഡിങ് അല്ല, മോദി ഇന്നൊരു തരംഗമല്ല. മോദിയുടെ പിന്നിൽ നിഴലായി നിൽക്കുന്ന അമിത്ഷായെ പൂർണ്ണമായി വില്ലനാക്കി ചിത്രീകരിക്കുന്ന റീലുകളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. പ്രതിപക്ഷവും അമിത്ഷായുടെ രാജി ആവശ്യപ്പെടുകയാണ്. അതായത് BJPയുടെ ചാണക്യൻ എന്ന ഇമേജ് ഉണ്ടായിരുന്ന അമിത്ഷായുടെ ഇമേജും ഇപ്പോൾ ഇടിയുകയാണ്. ചോദ്യങ്ങളെ ഭയന്ന് പേടിച്ച് പാർലമെന്റിലെത്താൻ പോലും ഭയക്കുന്ന നേതാവ് എന്നാണ് അമിത്ഷായ്ക്ക് യുവാക്കളും പ്രതിപക്ഷവും നൽകുന്ന ഇമേജ്. ഈ സാഹചര്യം തുടരുന്നത് BJPക്ക് വലിയ തിരിച്ചടികൾക്ക് വഴിയൊരുക്കും. ഭൂരിപക്ഷ വിഭാഗങ്ങളെ കോൺഫിഡൻസിൽ എടുത്തു നിർത്താൻ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും ചരിത്രപരമായി കഴിഞ്ഞിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. അതാണ് മൂന്നാമത്തെ ടൈമിലും മോദി തന്നെ പ്രധാനമന്ത്രിയായി തുടരുന്നതിന്റെ കാരണവും. പക്ഷേ ജൻസി പ്രക്ഷോഭത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ, CJP വിഷയത്തിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. കുട്ടികൾക്ക് നേരെ നടത്തിയ ബലപ്രയോഗത്തിൽ ജാതിയും മതവും ലിംഗവും ഒന്നും പ്രസക്തമായിരുന്നില്ല. അവിടെ തന്ത്രങ്ങൾ അടപടലം പാളിപ്പോയി എന്ന് തന്നെ വ്യക്തമായി പറയേണ്ടി വരും. ലാത്തി ഉപയോഗിക്കുമ്പോൾ നിയതമായ ചില മാർഗങ്ങൾ ഈ രാജ്യത്തുണ്ട്, അതൊന്നും അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. പെല്ലറ്റ് ഗൺ ഉപയോഗിക്കാൻ ഉത്തരവുണ്ടെങ്കിൽ പോലും അത് കാൽമുട്ടിന് താഴേക്ക് മാത്രമേ ആകാവൂ. ഇവിടെ അങ്ങനെയല്ല. ജീവിക്കുന്ന ചിത്രങ്ങൾ നമ്മളോട് പറയുന്നത് എന്താണ്? നെഞ്ചിലും വയറിലും കണ്ണിലും മുഖത്തും തോളിലും നെഞ്ചിലും എല്ലാം തന്നെ പെല്ലറ്റുകൾ തറച്ച് എത്ര പേരുടെ ചിത്രങ്ങളാണ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനത്തിൽ കാട്ടിയതെന്ന് നിങ്ങൾ കണ്ടതാണല്ലോ. ഇത് ഈ രാജ്യത്തെ ചിന്തിക്കുന്ന യുവത്വത്തിന്റെ ചിന്തകളെ അപ്പാടെ മാറ്റിമറിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനെല്ലാം ഈ യുവത മറുപടി കൊടുക്കുന്ന കാലം അതിവിദൂരമല്ലെന്ന് തന്നെയാണ് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നും കാണാൻ കഴിയുന്നത്. പ്രതിഷേധിച്ച കുട്ടികൾക്കെതിരെ ആണിതറച്ച ലാത്തികൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. എന്തിന്? AK-47 പോലും ഉപയോഗിക്കപ്പെട്ടു. ഇതിനെല്ലാം ഉത്തരവാദി അമിത്ഷാ ആണോ, അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം അമിത്ഷാ ഏറ്റെടുക്കണോ എന്ന ചോദ്യം സ്വാഭാവികമായി കാവിപ്പട ഉയർത്തുന്നുണ്ടല്ലോ. എന്നാൽ അമിത്ഷാ നേരിട്ടാണ് ഇതിനുള്ള ഉത്തരവ് കൊടുത്തത് എന്ന് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. അതിന് തെളിവായി അദ്ദേഹം പറയുന്നത് അമിത്ഷാ ആരോടോ ഫോണിൽ സംസാരിക്കുന്നതും ഉത്തരവ് കൊടുക്കുന്നതും താൻ തൻ്റെ സ്വന്തം ചെവി കൊണ്ട് കേട്ടു, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു എന്നാണ്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട് എന്ന് മാത്രം പറയട്ടെ. ഇനി CJPയിലേക്ക് തിരിച്ചു വരാം. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയോടെ എല്ലാം കഴിഞ്ഞു എന്ന് കരുതുന്നവരുടെ അറിവിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. CJP അഥവാ കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ വിവിധ രൂപത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ്. ഒരു പാർട്ടി അല്ല അത്, ഒരു സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ പേജ് എന്ന് പറയുന്നത് പോലെ, ഒരു ഇൻസ്റ്റാഗ്രാമിലെ കൂട്ടായ്മ എന്ന് പറയുന്നത് പോലെ സമാന മനസ്കരായ ആളുകളുടെ ഒരു കൂട്ടമാണ്. അതേ ആളുകൾക്ക് മറ്റു പല താല്പര്യങ്ങളും ഉണ്ടാകാം. മൾട്ടിപ്പിൾ താല്പര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് അത് വിവിധ തരത്തിലുള്ള രൂപാന്തരങ്ങൾക്ക് അല്ലെങ്കിൽ മ്യൂട്ടേഷനുകൾക്ക് വിധേയമാകുന്നത്. കൊറോണ കാലത്ത് മ്യൂട്ടേഷൻ എന്ന പദം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഏതു സാഹചര്യത്തിലാണത്? അത് വീണ്ടും 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 രൂപമാറ്റത്തിന് വിധേയരായി ഇവിടെ തന്നെ കറങ്ങിത്തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് എന്നതായിരുന്നു നമ്മൾ ആ വാക്കിലൂടെ കേട്ടത്. കോക്രോച്ചുകൾക്കും അങ്ങനെ ചില മാറ്റങ്ങൾ വ്യാപകമായി വരുമെന്നാണ് ചില നിരീക്ഷകർ ഇപ്പോൾ പറയുന്നത്. കോക്രോച്ചുകൾ നാളെ അറിയപ്പെടുന്നത് മറ്റൊരു പേരിലായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. കോക്രോച്ചുകൾ എന്ന പേരിന്റെ ഉദ്ദേശവും ലക്ഷ്യവും അവർ നേടിക്കഴിഞ്ഞു. ഒരുപക്ഷെ ആ പേരിനി അധിക നാൾ ഉണ്ടാകാനിടയില്ല. പക്ഷെ പുതിയ പേരുകളിൽ പുതിയ മൂവ്മെന്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്.
15 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ജെൻസി എന്നൊക്കെ വിളിക്കുന്ന തലമുറയാണ് ഇന്ത്യയുടെ ഭാഗധേയം ഭാവിയിൽ തീരുമാനിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയമായി ഇപ്പോൾ ചിന്തിക്കുന്ന, എന്നാൽ രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗമാകുന്നതിനോട് താല്പര്യപ്പെടാത്ത വിഭാഗങ്ങളാണവർ. എന്തുകൊണ്ട് രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗമാകുന്നില്ല എന്ന് ചോദിച്ചാൽ അതിലൊക്കെയുള്ള വിശ്വാസം നഷ്ടമായി എന്നാകും അവർ സ്വാഭാവികമായി പറയുന്ന ഉത്തരം. BJPയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു, ഇടതുപക്ഷത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. പക്ഷെ സംഘടിക്കാനും പ്രതിഷേധിക്കാനും പ്രതിരോധിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കാനും ചോദ്യം ചെയ്യാനുമുള്ള ശേഷിയുണ്ടല്ലോ, അതാർക്കും അടിയറവ് വയ്ക്കില്ല എന്ന നിശ്ചയദാർഢ്യം അവർ നഷ്ടപ്പെടുത്തിയിട്ടില്ല. സാമ്പ്രദായിക രാഷ്ട്രീയ കക്ഷികൾ അധികാരത്തിന് വേണ്ടി ജാതി മത വർഗ ഭാഷ ലിംഗ പ്രീണനങ്ങൾ നടത്തുമെന്ന് അവർക്ക് നന്നായി അറിയാം. അത്രയ്ക്ക് ബുദ്ധിയുണ്ട് യുവതലമുറയ്ക്ക്. ചാണകവും ഗോമൂത്രവും മന്ദിറും ഹിന്ദു മുസ്ലിമും ഒന്നും ആ തലച്ചോറുകളിലേക്ക് അത്ര എളുപ്പത്തിൽ കയറുകയില്ല. ലോകത്തെ ആദ്യത്തെ എയർലൈൻ സർവീസ് പുഷ്പക വിമാനമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവിടേക്ക് കാർക്കിച്ചു തുപ്പാൻ അവർക്ക് നന്നായി അറിയാം. നല്ല രീതിയിൽ ബുദ്ധിയുണ്ട് ഇന്നത്തെ പിള്ളേർക്ക്. ഇപ്പോൾ പലർക്കും തോന്നാം അവർ പത്രം വായിക്കില്ല, TV-യിലെ വാർത്തകൾ കേൾക്കാറില്ല, ഇൻസ്റ്റാഗ്രാമിൽ കൂടി മാത്രമാകും എല്ലാം അറിയുന്നത്, അതങ്ങനെ എല്ലാം അറിയാനാകുമോ എന്ന്. പക്ഷെ സംശയിക്കുന്നവരെ, നിങ്ങൾ അറിയുക, ഗോദി മീഡിയയേക്കാൾ 1000 മടങ്ങ് വിശ്വാസ്യതയും സത്യസന്ധതയുമുണ്ട് ഇന്നത്തെ കാലത്തെ സോഷ്യൽ മീഡിയയ്ക്ക്. സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയാനാകുന്നുണ്ട്, നിലപാടുകൾ എടുക്കാൻ കഴിയുന്നുണ്ട്. ലെവലേശം ഭയമില്ലാത്തൊരു തലമുറയോടാണ് ഗവൺമെന്റ് ഇപ്പോൾ ഡീല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് രാജ്യത്ത് വലിയൊരു മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ട് എന്ന തോന്നൽ രാഷ്ട്രീയ പാർട്ടികളെയും ഭയപ്പെടുത്താൻ കാരണം. രാഷ്ട്രീയ കക്ഷികൾക്ക് മടിയിൽ കനമുണ്ട്, അതുകൊണ്ട് വഴിയിൽ ഭരണകൂടത്തെ പേടിക്കണം, ഗവൺമെന്റ് ഏജൻസികളെ പേടിക്കണം, പോലീസിനെ പേടിക്കണം, EDയെ പേടിക്കണം, CBIയെ പേടിക്കണം, കോടതിയെ പോലും പേടിക്കേണ്ട ഘട്ടങ്ങളുണ്ട്. യുവജനങ്ങൾക്ക് പേടിയില്ല, അതാണ് യാഥാർത്ഥ്യം. കേസുകളിൽ പെട്ടാൽ ഭാവി കൂമ്പടഞ്ഞു പോകുമെന്ന് ഭീഷണിപ്പെടുത്തുന്നവരെയും അവർ വഴിയിൽ കാണുന്നുണ്ട്. പലരും ഈ ഭീഷണികൾ കണ്ട് പിന്മാറിയേക്കാം, പക്ഷേ ഒരു തലമുറയെ മുഴുവനായി അങ്ങനെ പിന്മാറ്റാൻ പറ്റില്ല എന്നതിൻ്റെ തെളിവ് തന്നെയല്ലേ നമ്മൾ ഡൽഹിയിൽ കണ്ടത്. BJPക്ക് കേന്ദ്രത്തിന് നഷ്ടപ്പെട്ട വിശ്വാസ്യത അമിത്ഷായ്ക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോഴും ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിലാണ് BJPയുടെ ഭാവി എന്താകുമെന്നതിൻ്റെ വ്യക്തമായ ഉത്തരം. എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, ഞങ്ങൾ ചിന്തിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾ, ഇന്ത്യയുടെ യുവത്വത്തെ ബലം പ്രയോഗിച്ച് തല്ലിയൊതുക്കാമെന്നത് ഞങ്ങൾക്ക് പറ്റിയ തെറ്റാണ്, ബലപ്രയോഗം വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ അമിത്ഷായ്ക്ക് അല്പമെങ്കിലും മുഖം രക്ഷിക്കാമല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെയൊന്നും അവർ പറയാത്തത്? ഇപ്പോഴും വെല്ലുവിളികളും അടിച്ചമർത്തലുകൾക്കുമുള്ള ശ്രമങ്ങൾ തുടരുന്നത്. മറ്റൊരു വശത്ത് പ്രധാനമന്ത്രി വീഡിയോ ഇട്ട് ആളെ കൂട്ടാൻ നോക്കുന്നത്. പ്രധാനമന്ത്രിയാണെങ്കിലും ആഭ്യന്തരമന്ത്രിയാണെങ്കിലും ജൻസിയെ സ്വാധീനിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ തകിടം മറിയും കേട്ടോ. ആ പേടി അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ രാത്രിയിൽ വന്ന ആംഗിളൊക്കെ മാറ്റിപ്പിടിച്ച് അവരോടായി അഭിസംബോധന ചെയ്യുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല, അതൊക്കെ കൂടുതൽ പരിഹാസ്യനാകാനേ ഉപകരിക്കൂ എന്ന് വ്യക്തമായി മനസ്സിലായതാണല്ലോ. ഒറ്റ കാര്യം ഉറപ്പാണ്, ഇന്ത്യ മാറി ചിന്തിക്കുന്നു. പ്രതിപക്ഷത്തിന്റെ കയ്യിൽ പോലുമല്ല ഇപ്പോൾ കാര്യങ്ങൾ, ഇപ്പോൾ എല്ലാം യുവാക്കളുടെ കയ്യിലാണ്. 12 വർഷം രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും വിചാരിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങളാണ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് യുവാക്കൾ നേടിയെടുത്തത് എന്ന് നമ്മൾ കണ്ടതാണല്ലോ. അമിത്ഷായുടെ മാറി നിൽക്കലും പാർലമെന്റിലെ പ്രക്ഷുബ്ധതയും ആത്യന്തികമായി ദോഷം ചെയ്യുന്നത് സംഘപരിവാറിന് തന്നെയാണ്. BJPയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും അവശേഷിക്കുന്ന വിശ്വാസ്യതയാണ് ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുന്നത്. കർഷകർ, സാധാരണക്കാർ, E20 പെട്രോൾ അടിച്ച് മുടിഞ്ഞുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ, യുവാക്കൾ, ചെറുകിട വ്യാപാരികൾ, വനഭൂമി അദാനിക്ക് കൊടുത്തതിൽ പ്രതിഷേധിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ ആദിവാസികൾ തുടങ്ങി സകലരും എതിരായിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നേടിയെടുക്കാവുന്ന ഒന്നല്ല കേട്ടോ തുടർഭരണം. രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസ്യതയും അങ്ങനെ കിട്ടില്ല. BJP പതിയെ ഇതെല്ലാം തിരിച്ചറിയുന്നുണ്ട് എന്നാണ് എൻ്റെ ബോധ്യം. ഞെട്ടലോടെയാണെങ്കിലും ഈ യാഥാർത്ഥ്യങ്ങൾ BJP ഉൾക്കൊണ്ടേ പറ്റൂ. ഇനിയും ഇതുവരെ കൈകാര്യം ചെയ്ത പോലെ അടിച്ചമർത്താനും മുഖംതിരിക്കാനും വെല്ലുവിളിക്കാനും ഒക്കെയാണ് ശ്രമമെങ്കിൽ അടുത്ത 3 വർഷത്തിനുള്ളിൽ എന്തും സംഭവിക്കാവുന്ന നിലയിലേക്ക് BJPക്ക് കാര്യങ്ങൾ മാറിയേക്കാം.